ഞാൻ നേരത്തെ ഒന്നാമതായിട്ട് പോസ്റ്റ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് വേറൊരു കാര്യം കൂടി പറയും. ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിലേക്കൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ കഴിഞ്ഞ 5-6 ദിവസമായിട്ട് കുറേ പ്രഭാഷണങ്ങളിൽ പോകാറുണ്ട്. ശ്രേഷ്ഠ ഭാരതത്തിലൂടെ വിവരണങ്ങൾ കൊടുക്കുമ്പോഴും കേരളത്തിലൂടെ രാവിലെ 7-നും 7:30ക്കും ഇടയ്ക്ക് 10 മിനിറ്റ് വെളിച്ചത്തിലേക്ക് എന്നുള്ള പരിപാടി കൊടുക്കുമ്പോഴും അതുപോലെ അയ്യപ്പ ദർശനം എന്ന് പറഞ്ഞ അമൃത TV-യിൽ കാര്യങ്ങൾ കൊടുക്കുമ്പോഴും പിന്നെ പൊതുവെ നമ്മൾ ആരോഗ്യ വകുപ്പിൽ ക്ലാസ് എടുക്കാൻ പോയി, SBIയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ധാരാളം സംഘടനകളിലും സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് ഓർഗനൈസേഷനിലും എല്ലാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിരന്തരം ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അവിടെ എല്ലാം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. അതിൽ മുമ്പിൽ ക്രിസ്ത്യാനി ഉണ്ടോ, മുസ്ലിം ഉണ്ടോ, ഹിന്ദു ആണോ, ഇടതുപക്ഷമാണോ, വലതുപക്ഷമാണോ, മധ്യപക്ഷമാണോ, ഇതൊന്നും നോക്കാറില്ല. നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും നമ്മുടെ കുടുംബ ജീവിത സങ്കല്പത്തെക്കുറിച്ചും നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും എടുത്തു പറയുന്നു. അനാചാരങ്ങളെക്കുറിച്ചും ദുരാചാരങ്ങളെക്കുറിച്ചും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സദാചാരങ്ങളെക്കുറിച്ചും നമ്മുടെ പുരാണങ്ങൾ എഴുതിയതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ചും വാൽമീകി രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും വേദത്തിൽ നിന്നും എടുക്കേണ്ടത് എന്താണെന്നും കഴിഞ്ഞ 43 വർഷമായിട്ട് മുടങ്ങാതെ ആത്മാഭിമാനത്തോടു കൂടി വേദം വായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഉറക്കെ ഏത് സ്ഥാപനങ്ങളിൽ ചെന്ന് പറയുമ്പോഴും ആ ലഭിക്കുന്ന ആത്മസംതൃപ്തി, അത് കേൾക്കാൻ ആൾക്കാരുടെ താല്പര്യം, ധാരാളം വ്യക്തികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക്കേഷൻസ് സ്വീകരിക്കുന്ന ലെവലിലേക്ക് തുറന്ന് കാര്യങ്ങൾ പറയാം. നമ്മളെല്ലായിടത്തും പറയുന്ന ഒരു കോമൺ ആയിട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. അത് ഒരാൾ പോലും അത് എതിർത്തില്ലെന്ന് മാത്രമല്ല, വളരെ ശരിയാണെന്ന് പറയുകയും ചെയ്തു. നമ്മളെല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ കൈനീട്ടി നിന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ 3 പേർക്കും ഒരേപോലെ കൊടുക്കണം. അതിൽ ഹിന്ദുവിന് ക്രിസ്ത്യാനിക്ക് മുസ്ലിം എന്നുള്ളൊരു പക്ഷഭേദമില്ല. അവരോ അവരുടെ നേതാക്കന്മാരോ മതാനുയായികളോ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല. മുമ്പിൽ നിൽക്കുന്ന കൈനീട്ടി സഹായത്തിന് അഭ്യർത്ഥിക്കുന്നത് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം. നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് സഹായം കൊടുക്കുകയാണെങ്കിൽ ഹിന്ദു സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക, ഹിന്ദു സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക, ഹിന്ദു പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുക, ഹൈന്ദവ ജനതയുടെ അനാഥാലയങ്ങൾക്ക് കൊടുക്കാം, ഹൈന്ദവ ജനതയുടെ വൃദ്ധസദനത്തിന് കൊടുക്കാം, ഹിന്ദു സ്കൂളുകളിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക. അവിടെ നിന്ന് ലഭിക്കുന്ന മൂല്യം മറ്റൊരു സ്കൂളിൽ നിന്ന് ലഭിക്കില്ല. ഫ്രീ ആയിട്ട് ഫ്രീ ഫ്ലോ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നതൊന്നും അല്ല ലോകത്തിൻ്റെ ലക്ഷ്യവും മാർഗവുമെല്ലാം. നമ്മുടെ മൂല്യങ്ങൾ വീട്ടിൽ പഠിപ്പിക്കുന്നതിൻ്റെ കുറേ കൂടിയെങ്കിലും ഹിന്ദു സ്കൂളുകളിൽ കിട്ടും. ഹിന്ദു പ്രസ്ഥാനങ്ങൾക്ക് നിങ്ങളുടെ സംഭാവന കൊടുക്കുക. അതുപോലെ ഹിന്ദു സ്ഥാപനങ്ങളുണ്ട്. ആ ഹിന്ദു സ്ഥാപനങ്ങൾ ഒരു കടയാണെങ്കിലും ഒരു ഫാക്ടറി ആണെങ്കിലും ഒരു പത്രമാണെങ്കിലും ഒരു TV ചാനലാണെങ്കിലും ഒരു ആശുപത്രി ആണെങ്കിലും ഹിന്ദു ആശുപത്രികളിലേക്ക് പോവുക. ഇതെല്ലാം നമ്മൾ പച്ചയ്ക്ക് പറയാറുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ 2-2.5 കിലോമീറ്റർ നീളത്തിൽ മൈക്ക് വെച്ച് അവിടെ നിന്നുകൊണ്ട് ഈ മൈക്കിൽ പറയുന്നത് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം ഇത്ര നാരോ മൈൻഡഡ് ആണോ ഗോപാലകൃഷ്ണൻ എന്ന്, അല്ലെങ്കിൽ വർഗീയവാദിയാണോ എന്ന് തോന്നിയേക്കാം. എന്ത് തോന്നിയാലും വിരോധമില്ല. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്ത്യൻ പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും ക്രിസ്തു മതത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ഓരോ മുസ്ലിമും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവൻ്റെ പള്ളിക്കും അവൻ്റെ ആൾക്കാർക്കും അവൻ്റെ സ്ഥാപനത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഹിന്ദുക്കൾ മാത്രം ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നറിയാതെ കുറേ അധികം വ്യക്തികൾ പാർട്ടിയുടെ സ്വാധീനത്തിൽ ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഹൈന്ദവ ജനതയുടെ ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും ഉണ്ടാകുമ്പോൾ ഹൈന്ദവ കടകൾ, ഹൈന്ദവ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈന്ദവ സ്ഥാപനങ്ങൾ, ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, ഹൈന്ദവ ആശ്രമങ്ങൾ, ഹൈന്ദവ അമ്പലങ്ങൾക്കൊക്കെ വേണം കൊടുക്കാൻ. നമ്മളുടെ ദേവസ്വം ബോർഡിലെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും നിങ്ങൾ പൈസ ദേവസ്വം ബോർഡിലെ ഭണ്ഡാരത്തിൽ ഇടുന്നത് ഉപയോഗിച്ചിട്ടാണ് പുതിയ കാറ് വാങ്ങിക്കുന്നതും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതും. അവരുടെ ചെലവെല്ലാം ഈശ്വര വിശ്വാസികളല്ലാത്ത ദേവസ്വം ബോർഡ് ഭരണാധികാരികളുടെ ചെലവ് നിങ്ങൾ ഈശ്വര വിശ്വാസികളായ നിങ്ങൾ അവിടെ ഭണ്ഡാരത്തിലിടുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. അതിനു പകരം നല്ല അമ്പലങ്ങൾ 40,000-40,000 അമ്പലങ്ങൾ, 44,000 അമ്പലങ്ങൾ ടോട്ടൽ ഉള്ളതിൽ ഏതാണ്ട് 4,000 അമ്പലങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുമെങ്കിൽ
ബാക്കി 10,000-40,000 അമ്പലങ്ങൾ, ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലങ്ങൾ ഉൾപ്പെടെ കേരളത്തിലുണ്ട്. അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക, അതിനെ ഗംഭീരമാക്കുക, അത് ലോകം അറിയപ്പെടുന്ന അമ്പലമാക്കി മാറ്റുക. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇഷ്ടംമാതിരി ഇന്നലെ ഇവിടെ പോയപ്പോഴത്തേക്കും പ്രഭാഷണത്തിന് പോയപ്പോഴത്തേക്കും അവിടെ വരെ ധാരാളം ക്രിസ്ത്യാനികൾ ഈ അമ്പലത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുണ്ടമൺകടവ് തെക്ക് ഭാഗം, ആ പേര് എൻ്റെ വായിൽ വരണില്ല, കുണ്ടമൺകടവിലെ അമ്പലത്തിൽ ധാരാളം മുസ്ലിങ്ങൾ, ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നമുക്കും അത് ചെയ്യാം. ഇത് നമ്മൾ നിരന്തരം പറയുമ്പോൾ, യൂട്യൂബിലൂടെയൊക്കെ പറയുമ്പോൾ ധാരാളം വ്യക്തികൾ നമ്മളെ ഫോണിലൂടെ ഇമെയിലിലൂടെ അറിയിക്കാറുണ്ട്. ഇത്രയും കാലം അങ്ങോട്ട് ചെന്നും ഈ മറ്റ് വിഭാഗക്കാർക്ക് കൊടുത്തിരുന്നു സാറ്, ഇപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ സാറ് പറഞ്ഞ മാതിരി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നത് മുഴുവനും ഹൈന്ദവ സ്ഥാപനങ്ങൾക്കാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഇത്രയും കാലം ഇങ്ങനൊരു മാർഗനിർദ്ദേശം നൽകാൻ ആൾക്കാരുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ മഠത്തിൽ ക്ഷേത്രത്തിലും പല ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങൾ ആരോഗ്യത്തിന് സഹായത്തിന് കൊടുക്കുന്നുണ്ട്, പഠിക്കാനുള്ള കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ. നല്ല കാര്യമാണ്. അവർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ അങ്ങോട്ട് എന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞത് സമൂഹം നല്ല രീതിയിൽ എടുക്കുന്നു എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സന്തോഷമുണ്ട്. നിങ്ങളും അത് തന്നെ ചെയ്യാം. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കാമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാമെങ്കിൽ, ഓരോ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. മതേതരത്വത്തിൻ്റെ പേരിൽ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് പറയുക, ഞാനൊരു ഹിന്ദുവാണ്, 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിച്ച് ഹിന്ദുവായി തന്നെ വളർന്ന പരമപവിത്രമായ ഭാരതത്തിൻ്റെ മടിത്തട്ടിൽ തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പച്ചയ്ക്ക് തന്നെ പറയാനായിട്ട് നിർദ്ദേശിച്ച് പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ എന്തൊരു റെസ്പോൺസ് അവരിൽ നിന്നുണ്ടാവുന്നത് എന്നുള്ളത് വിവരണാതീതമായിട്ട് തോന്നാറുണ്ട്.